ഒരു ഫൺ മൊമെന്റിലേക്ക് പോയാലോ? പോകാലോ. പ്രമാണി പോവാ. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിമിലേക്കാണ് ഞാൻ പോവാൻ പ്രാവശ്യം തോൽക്കൂല്ലോ. അല്ല, ടീമാണ് അതുകൊണ്ട് കുഴപ്പമില്ല. സംഭവം ഇത്രേ ഉള്ളൂ. അബ്രിവേഷൻസ് പറയാന്നുള്ളത്, അതായത് അക്രോണിംസ് എന്ന് വെച്ചപ്പോ സപ്പോസ് AP എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഫോം എന്താന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും? ആന്ധ്രാപ്രദേശ്. ഓ, ഞാൻ എലീന പഠിക്കൽ ഉദ്ദേശിച്ച കുഴപ്പമില്ല. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറെ വാക്കുകളായിരിക്കും. അപ്പൊ അതിന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ശരി, അപ്പൊ എന്തായാലും ആദ്യത്തെ നോക്കാൻ പോവാണ്. നോക്കിക്കോളൂ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇത് എളുപ്പത്തിന് വേണ്ടി ഒരു ഡെമോ അടിച്ചാണ്. പക്ഷെ ഞാൻ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എയർ ഇന്ത്യ. ഓ, എന്റെ പൊന്നിച്ചി ലാസ്റ്റോട്ട കല ഉടക്കല്ലേ. അടുത്ത നമുക്ക് നോക്കാവേ. അഖിൽ ഫസ്റ്റ്. ഒരു മിനിറ്റ് അഖിൽ പറ. ടിക് ടിക് 1, ടിക് ടിക് 2. വെയിറ്റ്, അങ്ങനെ പറയില്ല. അപ്പൊ ക്യാമറ കൺട്രോൾ ടെലിവിഷൻ. സാധിക്കോ? ആർക്കെങ്കിലും പറയണ്ടോ? തെറ്റിച്ചാൽ ഞങ്ങൾ എണീപ്പിച്ച് നിർത്തും. ചിലപ്പോ വേറെ കുഞ്ഞു കുഞ്ഞു പണിഷ്മെന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഡയന പറഞ്ഞ തെറിവിളി ലാസ്റ്റ് നമ്മൾ എപ്പോഴും പറയുന്ന CCTV ദൃശ്യം നമ്മൾ അവിടെ കണ്ടു. CCTV ഇവിടെയുണ്ട്. ക്രോസ് സർക്യൂട്ട് വിജിലൻസ്. അപ്പൊ ടെലി വിജിലൻസ് ആയിരിക്കും. ശരി, വെയിറ്റ് ചെയ്തോ. ഡയന ചേട്ടാ അത് തന്നെ. ഏത്? CCTV. ക്യാമറ. കേബിൾ എവിടെ ഉണ്ട്? കേബിള്. കേബിൾ നോക്കട്ടെ. ക്ലോസ് സർക്യൂട്ട് ടെലിവിഷൻ. ഓൾമോസ്റ്റ് നിയർ ആയിരുന്നു അല്ലെ? ടെലിവിഷൻ. അപ്പൊ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് CCTV എന്നുള്ളത്. ഇനി എന്താന്നുള്ളത് എല്ലാരും ഒരുമിച്ച് പറഞ്ഞേ. മറക്കരുത്. ഓക്കെ, പ്രേക്ഷകരെ നിങ്ങളോടും കൂടിയാണ്. അടുത്തത് നോക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ വന്ന് പഠിക്കുന്നത്. EMI. കൈ പൊക്കി തെറ്റിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു പണിഷ്മെന്റ് ഉണ്ടാ, എണീറ്റ് നിക്കാന്നുള്ളത്. എന്നാലും പണിഷ്മെന്റ് ഒക്കെ ഒന്നിച്ചു എന്നിട്ട് ഞങ്ങൾ ഇല്ല, അഖിൽ എന്തായാലും കൈ പൊക്കി. ഇനി പറഞ്ഞോ. മന്ത് ആണേ. ഏർലി മന്ത് അല്ല. നമുക്ക് നോക്കാം. പക്ഷെ കൈ പൊക്കിയത് അഖിലാണ്. എങ്ങാനും തെറ്റിപ്പോയെങ്കിൽ നമുക്ക് ചെറിയൊരു പണിഷ്മെന്റ് അഖിലിന്റെ ടീമിന് കൊടുക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് കറക്റ്റ് ആയില്ലേ? ഇൻസ്റ്റാൾമെന്റ് ഞാനാ പറഞ്ഞ. ചേച്ചി ഇറക്കിയെത്തിട്ട് MM മണിയെന്ന്. ശരി, അഖിലിനും ശ്രീവിദ്യക്കും ചെറിയൊരു പണിഷ്മെന്റ്. നല്ല മുറുക്കും ചവച്ചായിരിക്കും. എണീറ്റ് അവിടെ നിന്നാ മതി. അടുത്ത ഞാൻ വരുന്നിടം വരെ. പണ്ട് സ്കൂളിൽ നിന്നതാ. ഇത് നിങ്ങൾ പറയുകയാണെങ്കിൽ, അഖിലും ശ്രീവിദ്യ ഇത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. അപ്പൊ ഇനി വൈകുന്നേരം വരെ അവരെ ബുദ്ധിപൂർവ്വം പറയാണ്ടിരിക്കും. എണീക്കണല്ലോ. എനിക്കറിയില്ല. ഇനി ഇപ്പൊ എണീപ്പിച്ച് തലവത്തര നിർത്തി കഴിഞ്ഞാൽ എനിക്ക് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞോ ശ്രീവിദ്യ. കൈ പൊക്കിയിരിക്കുന്ന ശ്രീവിദ്യ. കൈ പൊക്കിയതല്ലേ, എനിക്കറിയാൻ പാടില്ല. അതെനിക്ക് അറിയാമോന്ന് ചോദിച്ചത്. CPS ജനറൽ പോലീസ് സെക്രട്ടറി. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണെന്ന് തോന്നുന്നു. അത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം കറക്റ്റ് ആണോ അല്ലേ നോക്കാം. നോവിചേട്ടൻ എതിർപ്പുണ്ടോ? കറക്റ്റ്. സത്യം അല്ലേ? കറക്റ്റ് സത്യം. ഇതൊന്നും ഞങ്ങൾക്ക് ചിന്തിച്ചാലും എത്തൂല. അല്ല, GPS ഇട്ട് പോവാന്നുള്ളതൊക്കെ പറയുമ്പോ അപ്പൊ നിങ്ങൾ എന്താ? ഗൂഗിൾ മാപ്പ് അവർ പറയും. GPS പറയില്ല, അവര് ഗൂഗിൾ മാപ്പ്. അത്രേ ഉള്ളൂ. അടുത്തത് ഭയങ്കര ഈസിയാണ്. വേഗം കൈ വെക്കിക്കണേ. അഖിൽ 1 ടൈം പാസ്വേഡ്. നിങ്ങൾ അന്തസ്സായിട്ട് ഇരിക്കണം മക്കളെ. മിണ്ടിയില്ലെങ്കിലും വേണ്ടില്ല, കൈപൊക്കരുത്. ലാസ്റ്റ് ഒരെണ്ണമാണ്. ഇത് ഡയനയ്ക്ക് വേണ്ടിയാണ്. സ്പെഷ്യലായിട്ട് ഡയനയ്ക്ക് വേണ്ടി. നോബിക്ക് വേണ്ടി. ചേച്ചി എനിക്കറിയാവുന്ന 2 എണ്ണം കഴിഞ്ഞു. നോവിചേട്ടാ നോക്കിക്കോ, ശ്രദ്ധിച്ചോ. വേറെ ആരും പറയല്ലേ. KSRTC എന്ന് പറഞ്ഞേ. അയ്യോ, വൈഫൈയുടെ പാസ്പോർട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞു, ഞാൻ പാസ്വേഡ് ചോദിക്കുള്ളൂ. ഞാൻ ഇതിനെ പറ്റി ചോദിക്കും. കുഴപ്പമില്ല, നമുക്ക് ഇന്ന് പഠിക്കാം. ഓക്കെ, നോക്കിക്കോ നോവിചേട്ടാ. എന്നിട്ട് ഞങ്ങൾക്ക് പറഞ്ഞ വയർലെസ് ഫിഡിലിറ്റി. ഇത് ഒരു they all have fidelity problem. ശരി, ഡയാനയ്ക്കുള്ളതാണ് ഇനി വരാൻ പോകുന്നത്. ഡയന റെഡി ആണോ? ഇത് ഡയനയ്ക്ക് പറയാൻ പറ്റും. ലെറ്റ്സ് സീ. ഓഫ് ഡയന സ്ഥിരം വിസിറ്റ് ഇന്ത്യ, സൗദി അമേരിക്ക. അറിയില്ല. നമുക്ക് നോക്കാം. വിസയുടെ വിസിറ്റേഴ്സ് ഇന്റർനാഷണൽ സ്റ്റേ അഡ്മിഷൻ. എവിടെയും അഡ്മിഷൻ എടുക്കേണ്ട സമയമായി. ആരാ പറഞ്ഞത്? എനിക്ക് അപ്പോഴേ തോന്നിയെന്ന്. ആര് പറഞ്ഞത്? നമുക്ക് അപ്പൊ ഒന്നുകൂടെ പഠിക്കാം. അപ്പൊ എന്താണ് വിസ എന്ന് പറയുന്നത്? അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു ടീച്ചർ. പറയൂ ഗൈസ്. താങ്ക് യു ടീച്ചർ.